ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ഒരു പുതിയ കഥ പറയാൻ പോവുകയാണ്. എൻ്റെ കഥകൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഒരു 2,00,000 രൂപ തന്നാൽ ഈ കഥ സിനിമയാക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. തരാം, ആർക്ക് വേണമെങ്കിലും തരാം. ഇനി അതെല്ലാം എന്നെ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് നമുക്ക് പല ബഡ്ജറ്റിൽ ഇത് ചെയ്യാം. ഇവൻ ഒരു 30 ലക്ഷത്തിന് ചെയ്യാം, 50 ലക്ഷത്തിന് ചെയ്യാം, 1 CR ചെയ്യാം. ഡിപ്പെൻഡ് ഓൺ ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അധികം ആർട്ടിസ്റ്റുകളില്ല. അപ്പോൾ ഇതൊരു ഹൊറർ പരിപാടിയാണ്, ഒരു പ്രേതപ്പടമാണ്, പ്രേത കഥയാണ്. അതിനേക്കാളുപരി ഇതിൻ്റെ അകത്ത് കുറച്ച് അഡൽട്ട് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു 18+ ഒക്കെ വരുന്ന ടൈപ്പ്, ഒരു 16 എബോവ് അല്ലെങ്കിൽ ഒരു 18 ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ കഥയിലേക്ക് വരാം. അപ്പം പറഞ്ഞല്ലോ, ഇതൊരു സൈലൻറ്റ് ഹോം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട്. അതായത് കാടിൻ്റെ നടുവിൽ, അതായത് എന്താ പറയുക, ഇപ്പം റബ്ബർ തോട്ടമൊക്കെയുള്ള, ഇപ്പം നമ്മുടെ കോട്ടയം അതുപോലെ തന്നെ ഈ ഹൈ റേഞ്ച് റൂട്ടിലൊക്കെ ഒറ്റപ്പെട്ട വീടുകൾ ഒരുപാട് കാണാം. അതായത് ഒരു 10-100 സെൻറ്റിൻ്റെ അകത്തൊക്കെ ഒരു ചെറിയ ഒരു വീടുണ്ടാവും, ചെറുതോ വലുതോ ആയിക്കട്ടെ, ഒരു വീടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഓടിട്ടിട്ടുള്ള ഒരു വീടാണ്. പഴയ ഒരു പണ്ടത്തെ ഒരു ഇല്ലൊക്കെ പോലത്തെ ഒരു ടൈപ്പ് ഒരു സാധനമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടി ചെറിയൊരു തോട് ഇങ്ങനെ പുഴ പോലെ ഒഴുകുന്നുണ്ട്. അതായത് വലിയ പുഴയല്ല, എന്നാൽ കുഞ്ഞു തോടുമല്ല, ചെറിയ രീതിയിൽ ഒഴുകുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്, വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിരവധി ആൾക്കാർ ഫോട്ടോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതൊരു മഴക്കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ ആൾ വരും. പിന്നെ നാട്ടുകാർക്കൊക്കെ അത് ബുദ്ധിമുട്ടായി തുടങ്ങി. ഈ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് ഭയങ്കര നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ നാട്ടുകാർ അവിടുത്തെ അങ്ങോട്ടുള്ള വഴികൾ അടച്ചു. ഇനി അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. കാരണം അവിടെ കമിതാക്കളും അല്ലാത്ത കഞ്ചാവടിക്കാരും അങ്ങനെ നിരവധി ആൾക്കാർ വന്ന് ആ ഒരു പ്രദേശം നശിപ്പിച്ചത് കൊണ്ടിട്ട് അങ്ങോട്ട് ഇനി ആരും വരരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ അനുമതി വാങ്ങി, പോലീസിൻ്റെ അനുമതി വാങ്ങി അവിടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീടിൻ്റെ ഓണർ എന്ന് പറയുന്നത് വിദേശത്താണ്. അപ്പോൾ അവർക്ക് സ്ഥലമൊന്നും വേണമെന്നില്ല, അവർ വിദേശത്തായതുകൊണ്ട് അവരിങ്ങോട്ടൊന്നും വരുമോ നോക്കൂ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട വീട്, മനസ്സിലായി. ഇതാണ് മെയിൻ പ്രധാന ലൊക്കേഷനായിട്ട് വരുന്നത്. അപ്പം ഒരു കമിതാക്കൾ മീൻസ് ഒരു പ്രണയിനികൾ ഒരു ഞായറാഴ്ച ഒരു ട്രിപ്പ് പോകാമെന്നിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ സ്ഥലത്ത് പോകാടാ എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ചെറിയ ചെറിയ മഴയ പരിപാടി ഉണ്ടല്ലോ, അതിലിങ്ങനെ ബൈക്ക് ഓടിച്ചൊരു ഹൈ റേഞ്ചിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ബൈക്ക് ഓടിച്ചോടിച്ചോടി കറങ്ങി ഒരു പാട്ടൊക്കെയാണ്. അവർ വരുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഒരു പ്രണയ പരിപാടികളുണ്ട്, അവർ തമ്മിൽ പരിചയപ്പെട്ടതുണ്ട്, അവരാദ്യമായിട്ട് കണ്ടതുണ്ട്, അവർ പല സ്ഥലങ്ങളിൽ തിയേറ്ററുകളിൽ പോകുന്നതുണ്ട്. അപ്പം കൂടുതൽ സമയവും ഇവർ തമ്മിൽ കാണുന്ന സമയത്ത് ഈ ചെറുക്കൻ എന്ന് പറയുന്നവൻ ഇച്ചിരി ഇതാണ്. അപ്പോൾ അവനിങ്ങനെ ഉമ്മ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇവർ ഈ സ്ഥലത്തെത്തി. അപ്പോൾ ഈ സ്ഥലത്തേക്ക് കയറണമെങ്കിൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി വണ്ടിയൊക്കെ കുറച്ച് ദൂരെ വെച്ചിട്ട് ഒരു പതിയെ ആ വീട്ടിലേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഒരു നിഗൂഢതയുടെ ഫീലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്രൈസി പ്രണയിതാക്കളാണ്. അവരുടെ ഒരു പ്രണയം തന്നെ അങ്ങനെയാണ്. അങ്ങനെ അവർ ആ വീടിൻ്റെ ഉള്ളിൽ ചെല്ലുന്നു, അവരത് ആസ്വദിക്കുന്നു. സൈലൻ്റായിട്ട് നാട്ടുകാരൊക്കെ കാണാത്ത രീതിയിൽ ഉള്ളിൽ കയറുന്നു. കയറി പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്നു. അവൻ കവിളത്ത് ഉമ്മ വയ്ക്കുന്നു, കഴുത്തിൽ ഉമ്മ വയ്ക്കുന്നു. അങ്ങനെ അവരുടെ പ്രണയം മുറുകുകയാണ്. അപ്പം ഈ പാമ്പ് എണ്ണ ചേരുന്നത് പോലെയുള്ള അവരുടെ ആ ഒരു നേരിയ, അതായത് അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഓടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ചെറിയ വെട്ടമൊക്കെ വന്ന് കയറുന്നത്. അതായത് ഈ പണ്ടത്തെ ഓട് വീടിൻ്റെ അകത്തൊക്കെ ചെറിയ ചില്ല് വെക്കും മേളിൽ, ഉള്ളിലേക്ക് വെട്ടം കയറാൻ വേണ്ടി. അങ്ങനെ വെട്ടം ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീനാണ് അവർ. അപ്പം ഇവൻ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് ബാഗിൻ്റെ അകത്ത് ചെറിയ തുണിയും ചെറിയ ഒരു ബെഡ് പോലത്തെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഈ ചുരുട്ടി വെക്കുന്ന സാധനമൊക്കെ. അപ്പോൾ അതൊക്കെ നിവൃത്തി മറ്റേ എയർ ബലൂണൊക്കെ വെച്ചിട്ട് അടിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അതൊക്കെ വെച്ചൊക്കെ റെഡിയാക്കി അവൻ ഒരു ചെറിയൊരു മെത്ത പോലെ. ഇതൊക്കെ ഒരു പാട്ട് സീനിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അങ്ങനെ ഇവർ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ ഫിസിക്കൽ റിലേഷനിലേക്ക് പതിയെ കിടക്കുകയാണ്. അപ്പം നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഒലിച്ചു പോകുന്ന പോലത്തെ മഴയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ പരിപാടി തുടങ്ങുന്നു. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സമയമാകുമ്പോൾ ഇവനിങ്ങനെ
മേളിലാണല്ലോ. പെട്ടെന്ന് ഒരു ചെറിയൊരു ജനലിൻ്റെ ഒരു പാളിയുണ്ട്. ആ പാളിയിൽ കൂടി ഇവൻ നോക്കുമ്പോൾ അത്യാവശ്യം പ്രായമുള്ള ഒരു 55 വയസ്സ് പ്രായമുള്ള ഒരാൾ അവിടുന്ന് ഒരു കുടയൊക്കെ ചൂടി നടന്നു വരികയാണ്. ഇവന് ടെൻഷനായി. ആ പുള്ളി ഈ വീട് നോക്കിയാണ് വരുന്നത്, ഈ വീടിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവന് ഭയങ്കര ടെൻഷൻ. എന്നാൽ ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്, ഫിസിക്കൽ റിലേഷൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പം ആ പുള്ളി ഇങ്ങനെ നടന്നു വരുന്നു. ഇവൻ ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ഇവൻ്റെ മുഖത്തൊക്കെ അത് അറിയാനുണ്ടെന്നാൽ ഈ മൂർധന്യാവസ്ഥ വിട്ട് കളയാനും അവന് കഴിയില്ല. അവൾ താഴത്തുണ്ട്, പെൺകുട്ടി താഴത്തുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈൻ കമ്പി, ഒരു മരം ഇങ്ങനെ മറിഞ്ഞിട്ട് ലൈൻ കമ്പി പൊട്ടി ഇയാളുടെ നേരെ ചെല്ലുന്ന ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കണ്ട് പെട്ടെന്ന് പുള്ളി അതിന്മേൽ കയറി പിടിക്കുകയും പുള്ളി വിറയ്ക്കാൻ തുടങ്ങി. വിറച്ച് താഴെ വീഴാണ്. ഇതിവൻ കണ്ടു. പക്ഷെ ഇവന് പെൺകുട്ടിയിൽ നിന്നും വിട്ടുപോരാൻ പറ്റുന്നില്ല. നല്ല മഴ, നല്ല മൂട്. അവൻ മനഃപൂർവ്വം കണ്ണടച്ച് അവൻ്റെ ആ ഒരു ഫിസിക്കൽ റിലേഷൻ്റെ ഒരു സന്തോഷകരമായ ഫൈനൽ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം ആസ്വദിച്ച് ഇവൻ തിരിഞ്ഞു കിടക്കാണ്. അവന് വേണമെങ്കിൽ ആ പുള്ളിനെ രക്ഷിക്കാനായിട്ട് ഓടിച്ചെല്ലാം, പക്ഷെ അവനത് ചെയ്യുന്നില്ല. അങ്ങനെ ഇവനവിടെ കിടക്കുകയാണ്. അപ്പം ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ, ഫിസിക്കലി കഴിയുമ്പോൾ കുറച്ചൊരു ക്ഷീണം ഉണ്ടാവും. ക്ഷീണത്തിൽ അവരവിടെ കിടക്കുകയാണ്. അപ്പോൾ അവളും ഇവനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവൻ കണ്ണടയ്ക്കുന്നു. ആ ക്ഷീണത്തിൽ കണ്ണടയ്ക്കുന്നു. ചെറിയ നേരിയ ഉറക്കത്തിലേക്ക് കിടക്കുന്ന പോലെ തോന്നുമ്പോൾ പെട്ടെന്ന് അയാൾ വിറയ്ക്കുന്നത് കേട്ടിട്ട് ഇവൻ പെട്ടെന്ന് ചാടി നിൽക്കും. ചാടി നിന്നിട്ട് ഇവളോട് പറയും, എടി ഇതുപോലെയാണ് സംഭവം, ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് അന്നേരം റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവളുടനെ, എന്ത് പണിയാടാ, ഒരാളുടെ ജീവൻ ആണോ വലുത്, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ പെട്ടെന്ന് അവളുടെ ഡ്രസ്സൊക്കെ എടുക്കുന്നു, ഇവനിട്ടൊരു ഒറ്റടി കൊടുക്കുന്നു. വെച്ചാൽ അവൾക്ക് ഒരു ദേഷ്യം വരികയാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരികയാണ്. അടിക്കുന്നു. അടിച്ചതിന് ശേഷം ഇവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ജനലൊക്കെ തുറന്നു അതൊക്കെ തുറന്നിട്ട് നോക്കുമ്പോൾ ദൂരത്തായിട്ട് അയാളോട് കിടക്കുന്നുണ്ട്, മഴയത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവരുടെ കയ്യിൽ കുടയും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പതിയെ അങ്ങോട്ടൊക്കെ നടന്ന് ചെല്ലുകയാണ്. അപ്പോൾ ഇവൻ അവിടെ ചെന്നതിന് ശേഷം ഈ പുള്ളി ഇങ്ങനെ കമന്ന് നടന്നിട്ട് ഈ അവിടെ ചെന്നതിന് ശേഷം ഇവൻ വേറൊരു കമ്പ് കൊണ്ടിട്ട് അത് തട്ടി മാറ്റി, കമ്പ് തട്ടി മാറ്റി. എന്നിട്ട് ആ പുള്ളീനെ തിരിക്കുമ്പോൾ ഇവളുടെ അച്ഛനാണത്. പെട്ടെന്ന് ഫ്ലാഷ് ബാക്കാണ്. അത് അവളുടെ ഇമോഷൻസ് ഭയങ്കര ഇതായി പോയി. കാര്യം അവളുടെ സ്വന്തം അച്ഛനെയാണ് ഇവൻ രക്ഷിക്കാതെ അല്ലെങ്കിൽ ഇവളോട് പറയാതെ ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് അവളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇവനെ രക്ഷിക്കാമായിരുന്നു ഇയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഇവൾ ഷോക്കായിപ്പോൾ. പെട്ടെന്ന് വിളിച്ചത് കരയാൻ വേണ്ടി പോകുമ്പോൾ ഇവൻ കയറി വാവത്തും. ആൾക്കാരെങ്കിലും കേൾക്കൂലേ? വാവത്തുമ്പോൾ ഇവള് കിടന്ന് പെട്ടയാണ്. ബുഡ്ര എന്നൊക്കെ പറഞ്ഞ് പെട്ടയാണ്. കുടയൊക്കെ പോയി ഇവർ മഴയത്ത് അങ്ങോട്ട് വന്ന് പെട്ടയുന്ന സമയത്ത് നേരെ ഇവൻ അവളുടെ വാ പൊത്തി. അവൻ നേരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വാ പൊത്തി അവളെ പൊക്കിയെടുത്ത് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവളുടെ വായിൽ തുണിയൊക്കെ തിരികെ വെച്ച് കെട്ടി അവളെ ഇടും. കാര്യം അവൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാനുള്ള പരിപാടി. ഇവനെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇവൻ ഓടി നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ആള് നോക്കുമ്പോൾ മരിച്ചു ഷോക്കായി പോകും. ഇപ്പം തിരിച്ചിവിടെ വന്നിട്ട് അവളുടെ അടുക്കാൻ നിൽക്കുമ്പോൾ ഇവൻ കയ്യും കാലൊക്കെ കെട്ടിയിട്ടേക്കാണ്. അവിടെ കിട്ടിയ തുണി കൊണ്ടൊക്കെ കെട്ടിയിട്ടേക്ക് കഴിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര കലിപ്പാണ്. ഇവൻ ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇവളുടെ ഈ കെട്ടഴിക്കാതെ തന്നെ അവൻ വീണ്ടും പുറത്തിറങ്ങി ആ ഡെഡ് ബോഡി കിടക്കുന്നിടത്തോട്ട് ചെന്നിട്ട് ഇവൻ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കാണ്, എവിടെയെങ്കിലും ഇതിനെ ഒതുക്കിയിടണം. അവളവിടെ ഉണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. 2-3 മിനിറ്റ് നോക്കുന്നു, ചുറ്റും നോക്കുന്നു, ആരുമില്ല, നല്ല മഴയുണ്ട്. ഇവൻ നേരെ ഈ ബോഡി എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അവൾ അവിടെ നിന്ന് അവളുടെ കൈയൊക്കെ കെട്ടിയിട്ടേക്കില്ലേ, ആ കൈയൊക്കെ അഴിക്കാനുള്ള ശ്രമം. അവളുടെ അച്ഛനാണല്ലോ, അവളുടെ കണ്ണൊക്കെ ചുമന്ന് വരുന്നു. അവളുടെ അച്ഛനാണ്. ഇവൻ നേരെ അയാളെ തോളത്താക്കി അങ്ങോട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ, ടക്കെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വീഴ്ചയാണ്. അവിടെ ഈ ചെറിയ പൊട്ടക്കിണർ പോലത്തെ ഒരു കിണറുണ്ടായിരുന്നു.
ഇതിലേക്ക് വീഴും. ഇവൻ പോയി തലയടിക്കും, ഇയാളുടെ ശരീരം പോയി തലയടിക്കും, ഇവൻ്റെ തലയടിക്കും, ഇവൻ്റെ ബോധം പോവും. അവളവിടെ ട്രാപ്പ്. ഒക്കെ ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉള്ള അങ്ങനെ ബലം പിടിച്ച് ഇവൻ കെട്ടിയ കെട്ടൊക്കെ അഴിച്ച്, ആ കൈയൊക്കെ മുറുകിയിരിക്കുകയാണ്, കെട്ടൊക്കെ അഴിച്ചിട്ട് അവൾ അവിടുന്ന് ചാടി പുറത്ത് വന്ന് ഓടുകയാണ്. അച്ഛൻ്റെ ബോഡി കിടന്നെടുത്തിട്ട് അവിടെ കാണത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ ഇവൾ ഓടി പെട്ടെന്ന് വരുമ്പോഴത്തേക്കിന് ഈ പൊട്ടക്കിണർ കണ്ട് ഇവൾ പെട്ടെന്ന് നിൽക്കും. അപ്പോൾ അവിടെ ചെറിയ ഞരക്കമൊക്കെ ഉണ്ട്, രക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ശബ്ദം കേൾക്കും. അപ്പോൾ ഇവളിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും അവിടെ അവൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഞരകിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവൾ അവിടെ നിന്ന് ഓടും, തിരിച്ചോടും, ആരെങ്കിലും വിളിച്ചോണ്ട് വന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവൾ ഓടി 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 ഒരു റോഡുണ്ട്, റോഡ് സൈഡിൽ അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്. അവിടേക്ക് ഓടി വന്ന് ഇവൾ ആ വീടിൻ്റെ അകത്ത് കതകയിൽ മുട്ടുമ്പോഴത്തേക്കിനും കുറേ നേരം മുട്ടിയിട്ടും തുറക്കുന്നില്ല. മുട്ടിക്കഴിയുമ്പോഴത്തേക്കിനും ഒരാൾ തുറക്കുമ്പോൾ അയാൾ കള്ളു കുടിച്ച് മദ്യപിച്ച് അടങ്ങേറായിട്ട് നിൽക്കണം. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് ഇവൾ നോക്കുമ്പോഴേക്കും ഇവൾ മറ്റേ വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ഇയാളിങ്ങനെ ഒരു അടിമുടി ഒരു നോട്ടമൊക്കെ ഉണ്ടാവും. അതിൽ ഇവള് കുറച്ചും കൂടി പാനിക്കാവും. ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടാ എന്ന് പറയുമ്പോൾ ഇവളിങ്ങനെ പെട്ടെന്ന് അകത്തുനിന്ന് ഒരു ചേച്ചി മുടിയൊക്കെ കോരിക്കെട്ടി ഡ്രസ്സൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് വരികയാണ്. വരുമ്പോഴത്തേക്കിനോട് എന്താ പറ്റി, എന്ത് മോളെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കിനോട് പറയും കാര്യം പറയും, ഇന്ന പോലെയാണ് കിണറ്റിൽ ഇങ്ങനെ വീണെന്ന് പറയും, ഇതാണ് സംഭവം എന്നൊക്കെ പറയും. അപ്പം ആ ചേച്ചിക്കും ഭയങ്കര ഇതായി. ചേച്ചി ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അപ്പുറത്തൊക്കെ വിളിക്കും. അവരുടെ ഗ്രൂപ്പിലേക്ക് ഇടും, നമ്മുടെ ആ കെണിക്കിണറിൽ ആരാ 2 പേര് വീണിട്ടുണ്ടെന്ന് എല്ലാവരും ഓടി വന്നെന്ന് പറയും. അപ്പോൾ അതൊരു കെണിക്കിണറാണിത്, മൂടാൻ പറ്റാണ്ടായി കിടന്നിട്ടുള്ള. അപ്പോൾ കാട് പോലത്തെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഈ പറയുന്ന ചില സമയങ്ങളിൽ ആന ഇറങ്ങുന്നതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോഴത്തേക്കിനും ഉടനെ ഈ ചേച്ചി അവരെയൊക്കെ വിളിക്കും. എല്ലാവരും വിളിച്ച് കൂട്ടി കുറച്ച് ആൾക്കാർ കൂടി കിണറിൻ്റെ അവിടെ ചെന്ന് ആ ഉള്ളിൽ നിന്ന് ബോഡി എടുക്കുകയാണ്. ബോഡി എടുക്കുമ്പോൾ എല്ലാവരും ഇവളെ നോക്കുന്നുണ്ട്, കാര്യം ഇങ്ങോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇവളെ നോക്കുന്നുണ്ട്. പൊക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവള് അച്ഛാന്ന് വിളിച്ച് ഭയങ്കര കരഞ്ഞുകൊണ്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പം ആൾ മരിച്ചു. മറ്റവന് ചെറിയ ബോധമുണ്ട്. പെട്ടെന്ന് അവർ ആംബുലൻസൊക്കെ വിളിക്കുന്നു, വണ്ടിയൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഒരു വണ്ടിയിലോട്ട് ഇവനെ പൊക്കി കയറ്റുന്നു, ഈ പുള്ളീനെ പൊക്കി കയറ്റാണ്. ഇവളാണ് നല്ലോണം കരയുന്നുണ്ട്. അപ്പോൾ പുറകിൽ നിൽക്കുന്നവർ പറയുന്നുണ്ട് പരിപാടിക്ക് വന്നത്, എന്നിട്ടിപ്പോൾ എന്താ അച്ഛനാണ് അത് ചുമ്മാ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പലരും പല കഥയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഇവളുടെ വീട്ടിൽ അച്ഛൻ്റെ ശവശരീരം ഇങ്ങനെ ഒരു മറ്റേ ഫ്രീസറിൻ്റെ അകത്ത് വെച്ചേക്കാണ്, പുറത്തൊക്കെ അരക്കാൻ ഉണ്ട്. ഇവളിങ്ങനെ അച്ഛനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പം അമ്മ പറയുന്നുണ്ട്, എടി നിന്നെ കണ്ടിട്ടാണ് അച്ഛൻ നിൻ്റെ പുറകെ വന്നത്. അതായത് ഇവളും ഇവനും കൂടെ പോകുന്നത് കണ്ടപ്പോൾ അച്ഛൻ കണ്ടു വഴിയിൽ വെച്ച്, അങ്ങനെ അച്ഛൻ ഇവരെ ഫോളോ ചെയ്ത് പോയതാണ് അവിടെ. അപ്പം ആ അമ്മയുടെ ഒരു സങ്കടമുണ്ട്, കണ്ണീര്. അതായത് സ്വന്തം ഭർത്താവാണല്ലോ അവിടെ മരിച്ചു കിടക്കുന്നത്, ഇവളിവിടെ ഇരിക്കുകയാണ്. ഒക്കെ എന്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചേട്ടൻ USA അപ്പോൾ ചേട്ടൻ വരണം. ചേട്ടൻ വന്നാലാണ് ഇതിന് അടക്കാൻ പറ്റത്തുള്ളൂ, വിദേശത്താണ്. ഈ ബോഡി ഇങ്ങനെ നോക്കി അവൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അവന് ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുമ്പോൾ ഇവൻ ആ കയ്യും കാലും ഒക്കെ വീണതിൻ്റെ ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പതിയെ എഴുന്നേറ്റ് നടന്ന് പതിയെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് അവൻ യൂറിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറ്റ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു തോന്നൽ അവന് വരും. അതിപ്പോൾ എന്താന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും അവളുടെ അച്ഛനാണ്. അപ്പം ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പാനിക്കാവും. അപ്പം അയാൾ പറയാണ്, എൻ്റെ മോളെയും ചോദിച്ചു, എന്നെയും കൊന്നു, എന്നിട്ട് നീ ഇനി സമാധാനത്തോടുകൂടി ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഭയങ്കര ഷോക്കാവും. അവിടെ അവളുടെ അമ്മ അവളോട് പറയും, എൻ്റെ ജീവിതം കൂടി നിൻ്റെ കഴപ്പ് കാരണം തീർത്ത് കളഞ്ഞാലോടി, വേണ്ടായിരുന്നടി. എൻ്റെ സമാധാനം കളഞ്ഞിട്ട് ഇനി നീ സമാധാനത്തോടു കൂടി
ജീവിക്കേണ്ടതെന്ന് പറയുന്നത്. ആ രണ്ട് സിറ്റുവേഷൻ്റെ ഇടയിൽ ഇൻ്റർവെൽ കാണിക്കണം. അപ്പോൾ ഇതാണൊരു സ്റ്റോറി. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ്, ഇവരുടെ രണ്ടുപേരുടെ ലൈഫ് എന്താണ്, എങ്ങനെ പോകുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 2 ലക്ഷം രൂപ തന്നാൽ അതിൻ്റെ കഥ ഞാൻ പറയാം. ആ കഥ നിങ്ങൾക്ക് സിനിമയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയായിട്ട് കാണാം. ഇനി ഇതൊരു പടമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ കയ്യിൽ ക്യാമറയും എക്യുപ്മെൻറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് അറിയാവുന്ന പിള്ളേർ, ഇപ്പോൾ പെണ്ണിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന പെണ്ണുണ്ടെങ്കിൽ അവൾ, ചെറുക്കൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഒരു ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാം. ഇനി അതല്ല, അതിൻ്റെ ഫണ്ട് മുടക്കാൻ താല്പര്യമുള്ള പ്രൊഡ്യൂസേഴ്സ് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലക്ഷത്തിനും 10 ലക്ഷത്തിനോ 20 ലക്ഷത്തിനോ 50 ലക്ഷത്തിനോ എത്രയൊക്കെ വേണമെങ്കിലും പടം ഫസ്റ്റ് കോപ്പി ആക്കാം. എല്ലാ എക്യുപ്മെൻറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പം അതല്ല, എങ്ങനെയാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഫണ്ട് സെറ്റായാൽ നമുക്കത് ചെയ്യാം. താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് നന്ദകുമാർ. എൻ്റെ ഫോൺ നമ്പർ 9539679535. താങ്ക് യു.